എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ലേഖനം എഴുതിയത് ഗായോസിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ആരാണ് ഗായോസ് എന്ന് അന്വേഷിച്ചാൽ ബൈബിളിൽ ഒരു 4 ഗായോസുമാരെ കാണാൻ പറ്റും. അത് 4 ഒരാളെ കുറിച്ചാണോ എന്ന ആർക്കും ഉറപ്പിച്ചു പറയാൻ അറിയില്ല. എന്നാൽ 2 ഒരാളെ കുറിച്ച് തന്നെയാണ്. ആ ആളാണ് ഈ ആള്. ഒന്ന് യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 3-ാം ലേഖനം 1-ാം വാക്യം മുതൽ ഒന്ന് നിർത്തി വായിക്കാമോ? മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. മതി. ഈ മനുഷ്യന്റെ ഗുണഗണങ്ങൾ കണ്ടോ? നമ്മള് കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ കണ്ട പൗലോസ് സ്നാനപ്പെടുത്തിയ ആ ഗായോസ്, റോമാലേഖനം ഒടുവിലത്തെ അധ്യായത്തിൽ കണ്ട ആ ഗായോസ്, ഇപ്പൊ 3 യോഹന്നാനിൽ കാണുന്ന ഗായോസ്, ഇത് ഒരാൾ തന്നെയാണെന്ന് വേദ അധ്യാപകരിൽ ചിലർ അഭിപ്രായപ്പെടുന്നു. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഏതായാലും സ്വഭാവം കണ്ടിട്ട് രണ്ടും ഒരാളാന്ന് തോന്നുന്നു. റോമാലേഖനത്തിൽ ഗായോസിനെ കുറിച്ച് വായിച്ച ഭാഗം ഓർമ്മയുള്ളവരൊന്ന് വായിക്കാമോ? എനിക്കും സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. മതി. അപ്പൊ എനിക്കും സർവസഭയ്ക്കും, ഈ എല്ലാരും ഒന്നും വീട് അങ്ങനെ തുറന്നു കൊടുക്കുകയില്ല. തുറന്നു കൊടുക്കുന്നവര് ഫേമസ് ആയിരിക്കും. അവര് പിന്നീട് അത് തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് അതിന്റെ ഗുണം മനസ്സിലായി. നമ്മുടെയൊക്കെ ആരംഭകാലങ്ങളിൽ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നത് തിന്നാനും കുടിക്കാനുമാണ് ഇവര് കൂടുന്നതെന്ന്. അന്നൊന്നും തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ല. എന്നാലും കൂട്ടായ്മ വെക്കും, എന്തെങ്കിലുമൊക്കെ കൊടുക്കും എല്ലാവർക്കും. മീറ്റിംഗ് ഉണ്ടെങ്കിൽ
ഈറ്റിംഗ് ഉണ്ടായിരിക്കും. ഈറ്റിംഗ് ഇല്ലാത്ത മീറ്റിംഗ് കുറവായിരുന്നു. കർത്താവാണ് ഇത് തുടങ്ങി വെച്ചത്. അന്ന് ഈറ്റിങ്ങിനുള്ള സാധനം ഇല്ലാത്തത് കൊണ്ട് ബാലകന്റെ കയ്യിലെ അപ്പം എടുത്ത് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വാഴ്ത്തി കൊടുത്തു. അപ്പൊ മീറ്റിംഗ് വിത്ത് ഈറ്റിംഗ് എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ഒരു രീതിയാണ്. എന്നാൽ ഈ 5,000 ആക്കാനൊന്നും നമുക്ക് അറിയാൻ മേല. പക്ഷേ 5 അപ്പത്തിന് പകരം 10 അപ്പം ഉണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കാലോ. അപ്പോ അതിഥി സൽക്കാരത്തിൽ ഫേമസ് ആയിരുന്നു ഗായോസ്. എനിക്കും സർവസഭയ്ക്കും നോട്ട് ചെയ്യാവുന്ന ഒരു പോയിന്റാണ്. കൊടുക്കുന്ന സ്വഭാവമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കാത്ത സ്വഭാവമുള്ളവര് കൊടുക്കുകയില്ല. കൊടുക്കാത്തവർ കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്കത് മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കുകയില്ല. എങ്കിലും കൊടുക്കാനായിട്ടുള്ള മനസ്സ് ഉള്ളവർ എല്ലാ കാലവും കൊടുത്തുകൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം. ഗായോസിനെ പറ്റി 2 പേരാണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. വേറെയും പലർക്കും പറയാൻ കാണും. എന്നാൽ 2 പേരുടെ കാര്യം ബൈബിളിൽ വന്നു. 2 പേര് പറഞ്ഞു. ഒന്ന് യോഹന്നാൻ, മറ്റൊന്ന് പൗലോസ്. യോഹന്നാന് ഇദ്ദേഹത്തെ പറ്റി ഭയങ്കര അഭിമാനമാണ്. സഭാമുഖ്യനായ എന്ന് ലളിത തർജ്ജിമ. സാധാരണ തർജ്ജിമയിൽ മൂപ്പനായ ഗായോസ്. ഇപ്പൊ പൗലോസ് സ്ഥാനപ്പെടുത്തി. പിന്നത്തെ ഇതിൽ അദ്ദേഹം ചർച്ചിന്റെ എൽഡറായി മാറി. ഇപ്പൊ പൗലോസ് നട്ടു എന്ന് വിചാരിക്കാം. യോഹന്നാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വളർച്ച പ്രാപിച്ചു എന്ന് വിചാരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ കൃത്യത. അദ്ദേഹം ഇപ്പോൾ ഒരു മൂപ്പനാണ്. പ്രായമായി. യോഹന്നാന് പ്രായമായ സമയത്ത് എഴുതുന്ന ലേഖനമാണ്. എൽഡറാണ്. അദ്ദേഹത്തെ പൗലോസ് വിളിക്കുന്നത്, ഒന്നാമത് വിളിക്കുന്നത് മൂപ്പൻ എന്നാണ്. രണ്ടാമത് പറയുന്നത് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഗായോസ് എന്നാണ്. മൂന്നാമത് പ്രിയ സുഹൃത്തേ എന്നാണ്. ആധുനിക വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പം മൂപ്പനാണ്. ആത്മാർത്ഥമായി പൗലോസ് യോഹന്നാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പ്രിയ സുഹൃത്താണ്, ഡിയർ ഫ്രണ്ട്. നാലാമത്തെ കാര്യം, അദ്ദേഹം ആത്മാവിൽ ക്ഷേമമായിട്ടാണ് ഇരിക്കുന്നതെന്ന് യോഹന്നാൻ അറിയാം. സ്പിരിച്വലി he was healthy, but physically not sure. Spiritually he was healthy, but physically not sure. അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ആത്മാവിൽ ക്ഷേമമായിരിക്കുന്നത് പോലെ ശരീരത്തിലും മനസ്സിലും സമ്പത്തിലും എല്ലാം ക്ഷേമമായും ആരോഗ്യവാനായും ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെയാണ് ആധുനിക വിവർത്തനം പറയുന്നത്. പ്രിയ സുഹൃത്തെ, ആത്മാവിൽ തങ്ങൾ ക്ഷേമമായിരിക്കുന്നത് പോലെ എല്ലാറ്റിലും ക്ഷേമമായും ആരോഗ്യവാനായും ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഒന്നാമത്തെ കാര്യം നാം സ്പിരിച്വലി ഹെൽത്തി ആയിരിക്കുക എന്നതാണ്. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യം: താങ്കൾ ആത്മീയമായി ക്ഷമയിരിക്കുന്നുവോ? ആർ യു ഹെൽത്തി ഇൻ സ്പിരിച്വൽ? അതുണ്ടെങ്കിൽ മറ്റേത് വന്നോളും. മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയതയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഭൗതികത അതിന്റെ പുറകെ വന്നുകൊള്ളും. അതിന് ഉദാഹരണമാണ് ഈ അഞ്ചപ്പത്തിലെ അത്ഭുതമൊക്കെ. ഓർമ്മയുണ്ടല്ലോ, കർത്താവ് പറയുകയാണ്, ഇവർ 3 നാളായി എന്നോട് കൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ 3 ദിവസവും വിതൗട്ട് ഫുഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിരിഞ്ഞു പോകാൻ നേരത്ത് കർത്താവ് പറയുകയാണ്, അവരെ പട്ടിണിക്ക് വിടരുത്, അവർ വഴിയിൽ തളരും. കാരണം എന്താ? ഫുഡിന്റെ കാര്യം മറന്ന് വചനം കേൾക്കുകയായിരുന്നു. പക്ഷെ മീറ്റിംഗ് കഴിയുമ്പം പരവേശം തുടങ്ങും. മീറ്റിംഗ് തുടരുകയാണെങ്കിൽ ക്ഷീണം അറിയത്തില്ല. മീറ്റിംഗ് നിർത്തിയാൽ വിശപ്പ് തുടങ്ങും. അപ്പോ ഓർക്കുക, സ്പിരിച്വൽ ഫുഡ് മാത്രം പോരാ, ഫിസിക്കൽ ഫുഡും വേണം. സ്പിരിച്വലി ഹെൽത്ത് ആയാൽ മാത്രം പോരാ, ഫിസിക്കലിയും ഹെൽത്ത് ആവണം. അപ്പോൾ സ്പിരിച്വൽ കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. പക്ഷെ എപ്പോ നമ്മൾ ആ വചനധ്യാനത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നു, അന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം. കാരണം 5 അപ്പം സഭയെ കൊണ്ടുവന്ന് തന്ന് അതിനെ വലുതാക്കാനായിട്ട് ബാലനും ഇല്ല, യേശു ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം സഭായോഗത്തിന് പോകാൻ. കാരണം വരുമ്പം വിശക്കും. ഈ ഞായറാഴ്ച പൊതുവെ വിശപ്പ് കൂടുതലാണെന്നാ എല്ലാവരും പറയുന്നത്, അനുഭവസ്ഥര് പറയുന്നത്. അമേരിക്കയിലൊക്കെ മിക്കവാറും ഞായറാഴ്ച അങ്ങ് നേരെ ഹോട്ടലിലേക്കാണ് പോണത്, ചർച്ച ചെയ്ത്. കാരണം രാവിലെ ഇതെല്ലാം കുക്ക് ചെയ്യാനുള്ള ബെത്തപ്പാട് കൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ആരാധനയ്ക്ക് പോകുന്നു, തിരിച്ച് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറും. വിശ്വസിച്ച് കഴിക്കാവുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ. വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകുന്നത് ഒരു രസമാണല്ലോ. അപ്പൊ ഏതായാലും മീറ്റിംഗ് കഴിയുമ്പം വിശക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് ഞായറാഴ്ച പോലെയൊക്കെയുള്ള മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ സഹോദരിമാരെ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. എന്നാൻ ചോദിച്ചാല് അതിനൊരു കാരണം പറയാം. സഹോദരന്മാർക്ക് ഒരുങ്ങാൻ 5 മിനിറ്റ് മതി. സഹോദരിമാർക്ക് ഒരുങ്ങണമെങ്കിൽ 20 മിനിറ്റ് ഉണ്ട്, നല്ലതാ, 15 വേണം. സഹോദരന്മാർക്ക് ചുമ്മാ എന്തേലും ഒരു പാൻറ് വലിച്ചു കയറ്റിയിട്ട പരിപാടി കഴിഞ്ഞല്ലേ.
അപ്പൊ എന്നുവെച്ചാൽ അപ്പുറം മാറി പുറത്തു വന്നതുകൊണ്ട് ഇതന്നെ ഇതുവരെ ഒരുങ്ങിയില്ലെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത് വിവരമില്ലാത്ത ഭർത്താക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അവര് തന്നെ ഫുഡും ഉണ്ടാക്കണം, അവരൊരുങ്ങാൻ സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. ഒടുവിൽ സഭായോഗം ഉഴപ്പാനിട വരരുത്. എൻ്റെ ഒരു സ്നേഹിതനായ ഒരു പാസ്റ്റർ എറണാകുളത്തുണ്ട്. പുള്ളി ഇതുപോലെ രാവിലെ നല്ല ഉടയാത്ത ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് സ്കൂട്ടർ സ്റ്റാർട്ടാക്കി പിടിച്ചിരിക്കുക. പുള്ളിക്കാരത്തി പണിയെല്ലാം തീർത്തിട്ട് ഇറങ്ങി വരാൻ വൈകി. അപ്പൊ ആ സ്കൂട്ടറിന്റെ ഹോൺ നിർത്താതെ അടിച്ചു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് വിഷമായി. കാരണം ഇങ്ങേർക്ക് പ്രസംഗിക്കാൻ അറിയാമെങ്കിലും മറ്റു കാര്യങ്ങളിൽ വിവരം ഇല്ലല്ലോ എന്നോർത്ത് ഭാരം തോന്നി. അത് കഴിഞ്ഞ് ഓൺ നിർത്തിച്ച് കയറി ചെന്നു. നീ ഇന്ന് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോണം. ആ പാവ എങ്ങനെയോ ചുറ്റിക്കെട്ടി പുറകെ കയറിയിരുന്നു. ചെന്ന് സഭായോഗത്തിൽ ഇരുന്നപ്പോ ഈ ഉപദേശിക്ക് ഒരു മൂഡ് വരുന്നില്ല. രക്തത്താൽ ജയം പറഞ്ഞു നോക്കി, ശാസിച്ചു നോക്കി, ഒരു വിധത്തിൽ ഒരു അന്തരീക്ഷം അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഈ മേശയുടെ വിരിയുണ്ടല്ലോ, അതിങ്ങനെ തൂങ്ങിക്കിടക്കല്ലേ, അതൊന്ന് പൊക്കിയിട്ട് നോക്കിയപ്പോ പുള്ളിക്കാരത്തി ഇരുന്ന് കരയുക. കാരണം ഇയാൾക്ക് ഇത്ര നാളായിട്ട് ഈ മനുഷ്യനൊരു ബോധമില്ലല്ലോ എന്ന് ഓർത്തിട്ടെ. അപ്പൊ പുള്ളി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ ക്ഷമിച്ചു എന്ന് പറ, എന്നാലേ ഒരു അന്തരീക്ഷം ഉണ്ടാവുള്ളൂ. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞ എന്താ ഓക്കെ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അന്തരീക്ഷം. ചിലർക്ക് പിന്നെ അന്തരീക്ഷം വേണ്ടല്ലോ. അപ്പോ നമ്മുടെ വിഷയം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലും നമുക്ക് കാണാം. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർക്ക് വിശക്കും എന്ന കാര്യം കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ മീറ്റിങ്ങുകളിൽ 2-3 പേര് കൂടുന്നിടത്ത് കർത്താവ് വരുന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെ ഭക്ഷണം വർദ്ധിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെന്ന് കർത്താവിന് അറിയാതുകൊണ്ട്. അപ്പൊ ഉള്ളതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് മീറ്റിങ്ങിന് വരുന്നതാണ് നല്ലത്. എനിക്കിന്ന് 8 മണിക്കൊരിടത്ത് പോകണം. അപ്പൊ 8 ഇച്ചിരി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. അതിഥി സൽക്കാരം, അത് പറഞ്ഞപ്പോഴാണ് ഈ വഴിക്കൊക്കെ പോയത്. അപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ ഇടയ്ക്ക് വന്ന വിഷയം ഇതാണ്: ആത്മീയമായി ഹെൽത്തി ആയിരുന്നാൽ പോരാ, ശാരീരികമായും സാമ്പത്തികമായും ഹെൽത്തി ആയിരിക്കണം. അപ്പൊ ഗായോസിനെ കുറിച്ച് യോഹന്നാന്റെ ആഗ്രഹം, പ്രിയ സുഹൃത്തെ, ആത്മാവിൽ താങ്കൾ ക്ഷേമമായിരിക്കുന്നത് പോലെ എല്ലാറ്റിലും, ഞാൻ അതിനെ വിവരിക്കുകയാണ്, ശരീരത്തിലും മനസ്സിലും സാമ്പത്തികത്തിലും കുടുംബപരമായും ക്ഷേമമായും ആരോഗ്യവാനായും ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ ഗായോസിനെ പറ്റി യോഹന്നാന് പറയാനുള്ളത്, താങ്കൾ സത്യത്തെ യഥാർത്ഥമായി അനുസരിച്ച് ജീവിക്കുന്നു എന്ന് ഇവിടെ വന്ന ചില സഹോദരന്മാർ എന്നെ അറിയിച്ചു. അപ്പം ദൂരെ ഇരുന്നുകൊണ്ട് ഈ മനുഷ്യനെ പറ്റി അറിയുകയാണ്, ഇയാള് സിൻസിയറാണ്, വ്യാജനല്ല. സത്യത്തെ, അതായത് വചനത്തെ, അതായത് കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് ഇവിടെ വന്ന ചില സഹോദരന്മാർ എന്നെ അറിയിച്ചു. സത്യത്തിൽ അധിഷ്ഠിതമായ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ സാക്ഷ്യം വഹിച്ചപ്പോൾ എനിക്ക് അത്യധികമായ ആനന്ദം ഉണ്ടായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് പ്യുവർ ഹാർട്ട്, സത്യത്തിൽ അധിഷ്ഠിതമായ താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം കിട്ടി.
അപ്പൊ എനിക്ക് ഒത്തിരി ആനന്ദം, അത്യധികമായ ആനന്ദം ഉണ്ടായി. അങ്ങനെ നമ്മളെക്കുറിച്ചും ഒരു സാക്ഷ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെ സ്നാനപ്പെടുത്തിയവരും നമ്മളെ ആത്മീയമായി വളർത്തിയവരും നമ്മളെ വചനം പഠിപ്പിച്ചവരുമായ ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ട് അത്യധികം ആനന്ദമുണ്ടാകാൻ ഇടവരട്ടെ. 3 യോഹന്നാന്റെ 4-ാം വാക്യം, എൻ്റെ മക്കൾ സത്യമനുസരിച്ച് ജീവിക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ ആനന്ദം എനിക്കില്ല. യോഹന്നാൻ അപ്പോസ്തലൻ ഈ മനുഷ്യരെ, ഈ ഗായോസിനെയും കുടുംബത്തെയും ആത്മീയ മക്കളായി പരിഗണിച്ചിരിക്കുന്നു. 5-ാമത്തെ വാക്യം, പ്രിയപ്പെട്ടവനെ, താങ്കൾ സഹോദരന്മാർക്ക് വേണ്ടി വിശിഷ്യ അപരിചിതരായ അതിഥികൾക്ക് വേണ്ടി വിശ്വസ്തയോടെ സേവനം അനുഷ്ഠിക്കുന്നു. നോക്കൂ, സിമ്പിൾ ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം ക്ലിയർ ആവുന്നു. പ്രിയപ്പെട്ടവനെ, താങ്കൾ സഹോദരന്മാർക്ക് വേണ്ടി വിശിഷ്യ അപരിചിതരായ അതിഥികൾക്ക് വേണ്ടി വിശ്വസ്തയോടെ സേവനം അനുഷ്ഠിക്കുന്നു. അപ്പൊ അതൊരു ഹാബിറ്റാണ്. ഒരു പക്ഷേ നമ്മുടെ മക്കൾ പോലും ആ കാര്യത്തിൽ ചിലപ്പോൾ അസ്വസ്ഥരായേക്കാം. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഭക്ഷണം ഇല്ലാത്ത കാലങ്ങളായിരുന്നല്ലോ. ഞങ്ങളൊക്കെ ഫെയ്ത്ത് ഹോം ജീവിതം നയിച്ചവരാണ്. ഇന്നലെ ഒരാൾ ഇവിടെ വന്നു കുറെ ആപ്പിൾ മേടിച്ചോണ്ട് വന്നു. എന്നാൽ ഇന്നേക്ക് ഒരു 25 കൊല്ലം മുമ്പ് ആപ്പിളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാറില്ല. 25 കൊല്ലം മുമ്പത്തെ കഥയാണ്. അപ്പൊ അന്ന് നമ്മളൊരു ഗസ്റ്റിന് ആരോ കൊണ്ടുവന്ന കുറച്ച് ആപ്പിള്, ഒരാപ്പിൾ മുറിച്ച് കൊണ്ടുപോയപ്പോൾ പിള്ളേര് കതകിന്റെ മറവിൽ പാത്തു നിൽക്കുകയാണ്, ഇത് ബാക്കി വെക്കുവോന്നറിയാൻ. പക്ഷേ കഷ്ടകാലത്തിന് ആ ഗസ്റ്റ് അത് മുഴുവൻ കഴിച്ചു. അപ്പൊ അകത്തുനിന്ന് ചെറിയ കരച്ചിൽ കേൾക്കാം. എന്നാ പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോ അതിഥികൾ ഇത് മുഴുവൻ തീർത്തതിലുള്ള സങ്കടം. അതിഥികൾ ഒരു ഇച്ചിരി പരിജ്ഞാനത്തോടെ ചെയ്യണ്ടേ, 2 കഷ്ണം ബാക്കി വെക്കണ്ടേ, അതുമില്ല. അപ്പൊ പിള്ളേർക്ക് ചിലപ്പോൾ അതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. എന്നാലും അപരിചിതരായ അതിഥികൾക്ക് വേണ്ടി പോലും വിശ്വസ്തയോടെ സേവനം ചെയ്ത ഗയോസിനെ നമുക്ക് കാണാം. 3 യോഹന്നാൻ 6-ാം വാക്യം, അവർ താങ്കളുടെ സ്നേഹത്തിന് സഭാസമക്ഷം സാക്ഷ്യം വഹിച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ സേവനത്തിന് അവരെ യഥായോഗ്യം യാത്ര അയക്കുന്നത് ഉചിതമായിരിക്കും. ഇങ്ങനെ അതിഥി സൽക്കാരത്തോട് ബന്ധപ്പെട്ട ഒത്തിരി നല്ല നല്ല ആലോചനകൾ നമുക്ക് ലഭിക്കും. ഈ വിഷയത്തിൽ ഗായോസ് വളരെ പ്രമുഖനാണ്. മറ്റൊരാള് അബ്രഹാമാണ്. പഴയ നിയമത്തിലും ആ ഹാബിറ്റ് പ്രശംസിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുന്നു. എബ്രായർ 13:1. എബ്രായർ 13:1. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആമേൻ. അത് അബ്രഹാമിനെ കുറിച്ചാകുന്നു പറയുന്നതെന്ന് നമുക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പൊ അതിഥി സൽക്കാരത്തെ കുറിച്ച് നമ്മൾ ഇതുവരെ കണ്ടത് ചില സംഭവങ്ങളാണെങ്കിൽ ഇപ്പൊ കാണുന്നത് കൽപ്പനയാണ്. അതിഥി സൽക്കാരം മറക്കരുത്. അപ്പൊ അത് ക്രിസ്തീയ സഭയുടെ ഒരു ടീച്ചിങ് ആണ്. ഒരാൾ അങ്ങനെ ചെയ്തു, അങ്ങേർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണ്, അങ്ങനെ ഒരു ചിന്ത ഈ കാലത്ത് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയാണ് അതൊരു കൽപ്പനയാണ്. അപരിചിതരോട് ആതിഥ്യമര്യാദ കാണിക്കുവാൻ മറക്കരുത്. അങ്ങനെ ചെയ്തിട്ടുള്ള ചിലർ മാലാഖമാരെ അറിയാതെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. മാലാഖമാരാണെന്ന് അറിഞ്ഞാൽ ആരാ സൽക്കരിക്കാത്ത? അല്ലേ? മാലാഖമാരാണെന്ന് അറിഞ്ഞാൽ എന്ത് വേണേലും ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ അപരിചിതരായ മനുഷ്യർ മാലാഖമാർക്ക് പകരം വരുന്നു എന്ന് വിശ്വസിക്കുക, അപ്പോൾ അതിനിടയ്ക്ക് ഒരു മാലാഖയും വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരെ പരിഗണിക്കാതെ ഇരുന്ന് മാലാഖ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ മനുഷ്യരും വരികയില്ല, മാലാഖയും വരികയില്ല. മനുഷ്യരെ മനസ്സോടെ സ്വീകരിച്ചാൽ ആ കൂട്ടത്തിൽ ഇട്ടയ്ക്കൊരു മാലാഖയും കയറി വരാൻ സാധ്യതയുണ്ട്. ഇതാണ് അബ്രഹാമിന് സംഭവിച്ചത്. അബ്രഹാം ആരെ കണ്ടാലും അയാളുടെ വീട്ടിലോട്ട് വന്നാൽ റെസ്പെക്ട് ചെയ്ത് റിസീവ് ചെയ്യും. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കയറി വന്നത് മാലാഖയായിരുന്നു. അതുകൊണ്ട് മാലാഖ വരട്ടെ, അന്ന് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന ചിന്താഗതി വേണ്ട. മനുഷ്യരെ മാലാഖമാരായി കാണുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണത്. ഒത്തിരി ഇഷ്ടമുണ്ട്, ഞാനത് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യരെ അബ്രഹാം തൻ്റെ ഏറ്റവും നല്ലത് കൊടുത്ത് സ്വീകരിച്ചു. ഓക്കെ, ആ മനുഷ്യർ പോകാൻ നേരത്ത് സ്വർഗത്തിന്റെ ഏറ്റവും നല്ലത് അബ്രഹാമിന് കൊടുത്തു. ഒന്നുകൂടെ പറയട്ടെ, ആ മാലാഖമാരായ മനുഷ്യർക്ക് അബ്രഹാമിന്റെ ഏറ്റവും നല്ലത്, ഇംഗ്ലീഷ് പ്രയോഗപ്രകാരം ദ ബെസ്റ്റ് കൊടുത്തു. അവര് പോകാൻ നേരത്ത് സ്വർഗത്തിന്റെ ദ ബെസ്റ്റ് അബ്രഹാമിന് കൊടുത്തു. ആ സന്ദേശത്തെ ഇങ്ങനെ പറയാം: നിനക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി ചെയ്യുക. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. അബ്രഹാമേ, നിന്നോടൊരു ചോദ്യം. നീ ദൂതന്മാർക്ക് വേണ്ടി വെച്ചു വിളമ്പിയതിന് എത്ര 1000 രൂപ ചെലവായി കാണും? ഒരു 5 സ്റ്റാർ ലെവലിൽ കണക്ക് കൂട്ടിയാൽ 10,000 രൂപ ചെലവായി കാണും. നിനക്ക് മാലാഖമാർ തന്നേച്ചു പോയതിന്റെ വില കൂട്ടാൻ നിനക്ക് പറ്റുമോ? നിന്റെ സ്വത്തും നിന്റെ പിതാക്കന്മാരുടെ സ്വത്തും കൂടെ വിറ്റാലും ഐസാക്കിനെ പോലെ ഒരെണ്ണത്തിനെ കിട്ടൂല. അത്ര ബ്യൂട്ടിഫുൾ ആണ് ആ കുട്ടി.
ഈ പറഞ്ഞാ കേൾക്കില്ലാത്ത 10 ഉണ്ടായിട്ട് എന്നാ കാര്യമുള്ള? ഇത് 10-17 വയസ്സുള്ളപ്പോ കൈ കെട്ടി ഇവിടുത്തെ കിടക്കാൻ പറഞ്ഞ കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കിട്ടണമെങ്കിലേ ഇച്ചിരി പാടാ. പണ്ടാരോ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്നത്തെ പിള്ളേരാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ. ഇത് കൈ കെട്ടാൻ പറഞ്ഞു കഴിയുമ്പോൾ മൊബൈൽ എടുത്തിട്ട് ഫ്രണ്ട്സിനെ വിളിക്കും. ഈ തന്ത ആള് ശരിയല്ല, എന്നെ ഈ മലയൊക്കെ കാണിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് തട്ടാനുള്ള പരിപാടിയാണ്. നിങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയുന്നു. ഒരു 3-4 ബൈക്ക് ഇഞ്ഞു വരുന്നു, അപ്പനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെയല്ലാത്ത അപ്പൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഇസാക്കിനെയൊക്കെ കാശ് കൊടുത്താൽ കിട്ടുമോ മക്കളെ? കിട്ടുമോ? കാശ് കൊടുത്താൽ കിട്ടുമോ? നിന്റെ സ്വത്ത് മുഴുവൻ കൊടുത്താൽ കിട്ടുമോ? ദൈവത്തിന്റെ മക്കളെ ഓർത്ത് രാവിലെ ദൈവത്തിന് സ്തോത്രം പറ. ദൈവം തരാൻ പോകുന്ന മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറ. പ്രഷ്യസ് ഗിഫ്റ്റാണ് ദൈവം തരുന്നത്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. അതിഥി സൽക്കാരം അതൊരു ജൂയിഷ് കൾച്ചറാണ്, അതൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കൾച്ചറും ആണ്. അത് അറബിക്സ് കൾച്ചറിലും അതുണ്ട്, പക്ഷെ അവരുടെ ആളുകൾക്ക് മാത്രം. എന്നാൽ ക്രിസ്ത്യൻ കൾച്ചറിനകത്ത് പറയുന്നു അപരിചിതരായ അതിഥികളെ പ്രത്യേകം ശുശ്രൂഷിക്കുക. ഒരർത്ഥത്തിൽ സുവിശേഷീകരണത്തിനുള്ള ഒരു ഉപാധിയും കൂടിയാണ് അതിഥി സൽക്കാരം. കാരണം പണ്ടൊക്കെ ഹൗസ് ചർച്ചസ് ആണല്ലോ ഉള്ളത്. അപ്പൊ ഹൗസ് ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 10-20 പേര് വന്ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ അവരെ നമ്മൾ വെറുതെ അയക്കത്തില്ല. അപ്പോ സുവിശേഷീകരണത്തിന് ആദിമസഭ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് അതിഥി സൽക്കാരം. അതുകൊണ്ടൊരു പറച്ചിലുണ്ടായി, ഭക്ഷണത്തിനകത്ത് ഏതാണ്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് അവിടെ കഴിച്ചവരെല്ലാം പോയി സ്നാനപ്പെടുന്നത്. അതെ, പൊടിയൊക്കെ ഇടുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞപ്പൊടി. എന്തെങ്കിലുമൊക്കെ പൊടികൾ ഇടാതെ പറ്റുമോ? നിങ്ങൾ കിട്ടുമെന്നേ, നിങ്ങൾ കിട്ടുമോ? പക്ഷെ ആരും വരികയല്ലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതിഥി സൽക്കാരം ചെയ്ത ഗയോസിന്റെ വീട്ടിൽ വെച്ച് ഈ ലേഖനം എഴുതിയത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടം വിട്ട് വേഗം അടുത്ത അധ്യായത്തിലോട്ട് പോകാം. എന്നാലും പ്രാക്ടിക്കലി ഗുണം വരുന്ന കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് സാവധാനത്തിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഉത്സാഹം കാണിക്കണം. അത് നിങ്ങളുടെ തലമുറയ്ക്ക് നന്മയായിട്ട് വരും. ഈ ഒരു സത്യം എന്നാണെന്നറിയാമോ? ഒരാള് മനസ്സ് നിറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ അദ്ദേഹം വാ തുറന്ന് പറഞ്ഞില്ലേലും അദ്ദേഹം നമ്മളെ ബ്ലസ് ചെയ്യും. അത് മാണിക്യത്തെക്കാൾ, മരതകത്തേക്കാൾ, ഡോളറിനേക്കാൾ വിലയുള്ളതായി നിന്റെ തലമുറയുടെ മേൽ വന്ന് വീഴും. സ്തോത്രം.
താങ്ക് യു ജീസസ്. അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ സ്റ്റാൻഡേർഡും ഉയരും. എന്നാന്നറിയാവോ? കൂടെ കൂടെ ഗസ്റ്റ് വരുന്നെന്നറിഞ്ഞാൽ നമ്മുടെ പൊട്ടിയ കപ്പെല്ലാം നമ്മൾ മാറ്റും, അല്ലേ? നമുക്ക് തന്നെ കുടിക്കാനാണെങ്കിൽ വക്ക് പോയതും കുഴ പോയതും ഒക്കെ മതിയല്ലോ. അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ ധാരാളം ഞങ്ങൾ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സെറ്റ് കപ്പ് മേടിച്ച് അങ്ങ് കൊടുത്തു. നല്ലൊരു സെറ്റ് കപ്പുമായിട്ടാണ് പോയത്. കാരണം ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞങ്ങൾ കണ്ടു കപ്പെല്ലാം കുഴ പോയതാ. അപ്പൊ ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോ വെളിവ് വന്നെങ്കിലോ എന്നോർത്ത് ഒരു സെറ്റ് കപ്പ് മേടിച്ചുകൊണ്ട് കൊടുത്തു. അതിൽ പിന്നെ വെളിവ് വന്നിട്ടുണ്ട്. അപ്പൊ പഴയ ചളുങ്ങിയ ഈ ഫ്രൈങ് പാനൊക്കെ മാറും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരികയാണ്. ആ ഫ്രണ്ട് വശമെങ്കിലും ഒന്ന് തുടച്ചൊക്കെ ഇടും. ആ വരുന്ന ഗസ്റ്റ് ഒരു രാത്രി താമസിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മുറികളും കൂടെ തുടയ്ക്കും. ഗുണം ആർക്കാ? നമുക്ക്. നമ്മുടെ വീട്ടിലെ പൊടി മാറി കിട്ടുകയല്ലേ. ആരും വരുന്നില്ലെങ്കിൽ ഇത് ചുമ്മാ കാട് പോലെ കിടക്കുകയല്ലേ ഉള്ളൂ. എത്രയോ വർഷങ്ങളായ പൊടിയായിരിക്കും. അതുകൊണ്ട് അതിഥി സൽക്കാരം ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൂടാതെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വീട് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. സാമ്പത്തിക വഴികളൊക്കെ ദൈവം തുറന്നു തരും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അവസരങ്ങളെ ദൈവം തരട്ടെ. ശുശ്രൂഷകന്മാരോട് പറയുന്ന പ്രബോധനം, നമ്മൾ അതിഥി സൽക്കാരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടത് കുറച്ചുകൂടെ ഒന്ന് ധ്യാനിച്ച് ഇന്നത്തെ ക്ലാസ്സും കൂടെ അതിൽ അങ്ങ് മുമ്പോട്ട് പോട്ടെ. തിമോത്തിയോസിന്റെയും തീത്തോസിന്റെയും ഒക്കെ ലേഖനത്തിൽ പറയുന്നത് അതിഥി പ്രിയനായിരിക്കണമെന്ന്. ഒന്ന് തിമോത്തിയോസ് 3-ാം അധ്യായം 2-ാം വാക്യം. എന്നാൽ അധ്യക്ഷൻ നിരപവാദിയനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. ഇതിനകത്ത് ഈ ഉപദേശിക്കാൻ സമർത്ഥൻ എന്നുള്ളത് നമുക്കൊക്കെ മിക്കവാറും ഉപദേശിമാർക്ക് അറിയാം. നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നുള്ളത് പൊതുവെ സൗകര്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പൊ അതിനകത്ത് സമർത്ഥന നമ്മള് ആരും മോശമല്ല. എന്നാല് അതിന്റെ തൊട്ട് പുറകിൽ പറഞ്ഞിരിക്കുന്നത് അതിഥി പ്രിയൻ എന്നാണ്. അതിഥി പ്രിയൻ. വന്നല്ലോ ശല്യം എന്നല്ല, വന്നില്ലല്ലോ ആരും കുറെ ദിവസമായിട്ട് എന്ന ചിന്ത ഉണ്ടാകണം. അതിഥി പ്രിയൻ. സ്തോത്രം. ആരോഗ്യവും സാമ്പത്തികവും ഒക്കെ ദൈവം തരുമെന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുന്നു. സ്തോത്രം, 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 സ്തോത്രം. അതിഥി പ്രിയൻ.
എന്താ ശരിക്കും എന്റെ അർത്ഥം? അവർക്ക് അതിഥികൾ വന്നില്ലെങ്കിൽ സമാധാനമില്ല. അവർക്ക് ഈ ഉമ്മൻചാണ്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? മുൻ മുഖ്യമന്ത്രി. പുള്ളിക്ക് മനുഷ്യരാരെങ്കിലും ഇല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. എപ്പോഴും ആൾക്കാർ വേണം പുള്ളി. അത് മറ്റൊരു തർജ്ജമയിലേക്ക് വന്നപ്പോൾ അതിഥി സൽക്കാര തൽപരനായിരിക്കണം. എന്നാൽ സഭയുടെ അധ്യക്ഷൻ ആരോപണങ്ങൾക്ക് അതീതനും ഏകപത്നി വ്രതക്കാരനും ഇന്ദ്രിയ വികാരങ്ങളെ ജയിക്കുന്നവനും സംയമനശീലം ഉള്ളവനും മാന്യനും അതിഥി സൽക്കാര തൽപരനും ഉപദേശിക്കാനുള്ള പ്രാഗൽഭ്യമുള്ളവനും ആയിരിക്കേണ്ടതാണ്. അപ്പോ അതിനകത്തൊരു സന്തോഷം കണ്ടെത്തണം, അല്ലേ? അതിനകത്തൊരു സന്തോഷം കണ്ടെത്തണം. ഒരു വർഷത്തെ ഇയർ എൻഡിങ് കണക്കെടുക്കുമ്പോൾ ഈ വർഷം എത്ര പേർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്? 2025 എത്ര പേര് വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ടുണ്ട്? 2025 എത്ര പേർക്ക് ഒരു ബിസ്ക്കറ്റ് എങ്കിലും കൊടുത്തിട്ടുണ്ട്? സാരയില്ല, 2026 കൊടുത്താൽ മതി. എന്നിട്ടൊരു ചെറിയ കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ജനുവരി 9, 10 ആയുള്ളൂ. ഒരു കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എത്ര പേര് വന്നു? ഞങ്ങൾക്ക് ഇന്നലെ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് 4 ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കണക്ക് വെക്കുന്നതല്ല. ഞാൻ കണക്ക് വെക്കാറില്ല. എന്നാലും നമുക്കൊരു ഒടുവിലൊരു ടോട്ടൽ എടുക്കാമല്ലോ. 2000 ട്രാക്ട് കൊടുത്തു, 3000 ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്തു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലെ ഇതും ഒരു കണക്ക് വെക്കുന്നതല്ലാതെ എനിക്കൊരു സജഷൻ ഉണ്ട്. കാരണം ട്രാക്ട് വല്ലവരും അടിച്ചത് കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഇത്. ട്രാക്ട് നമ്മൾ ആരും അടിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഇതെന്ന് പറഞ്ഞാല് ഗ്യാസൊക്കെ നമ്മൾ ചെലവായില്ലേ, നമ്മുടെ ഗ്യാസ് അല്ലേ. അതുകൊണ്ട് അടുത്ത 2026 തീരുമ്പോൾ ഉള്ള കണക്കെടുക്കുമ്പോൾ ദൈവകൃപയാൽ ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ ആരും വരികയോ ഒരു കപ്പ് ചായ പോലും കൊടുക്കുകയോ ചെയ്യേണ്ടതായ അവസ്ഥ വന്നിട്ടില്ല എന്ന് ചിലർ സാക്ഷി പറയുമ്പോൾ, മറ്റു ചിലർക്ക് ദൈവകൃപയാൽ 345 പേര് 2026 ഞങ്ങളുടെ ഭവനത്തിൽ കയറുകയും അവരെ അല്പമായിട്ട് ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരികയും ചെയ്തു എന്ന് ഒരു സാക്ഷി പറയാനായിട്ട് വരട്ടെ. കാലം മാറിയതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ഇച്ചിരൂടെ പറയുക. എന്നാന്നറിയോ, പണ്ടിതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ്. 7 വർഷം ഞങ്ങളുടെ വീട്ടിൽ സഭായോഗം നടന്നതാണ്. 7 വർഷം. പാലക്കാട് അന്ന് ഞങ്ങളുടെ വീട്. ഇപ്പൊ ഞാനിവിടെ പുറത്ത. ആ വീട്ടില് ഒരു കുഞ്ഞു വരാന്തയിലായി സഭായോഗം നടക്കും. വരാന്ത മീൻസ് എല്ലാം കൂടെ കൂടി പഴയ ഒരു വീടാ, ഒത്തിരി പഴയ വീടാ, 100 കൊല്ലം പഴക്കം കാണും. അതിന്റെ ഒന്നാമത്തെ വരാന്ത കഴിഞ്ഞാൽ പിന്നെ കയറി ചെല്ലുന്നതും ഒരു വരാന്ത പോലെയുള്ള, വീതി കുറവാ, നീളം. അവിടെയാണ് 7 വർഷം സഭായോഗം നടന്നത്. ഞങ്ങളുടെ പാസ്റ്റർ വെള്ളിയാഴ്ച വരും. രാവിലെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീട് സന്ദർശനത്തിന് പോകും. വൈകിട്ട് വന്നാൽ കോട്ടേജ് മീറ്റിംഗ്. ഒരു വീട് ഉള്ളതുകൊണ്ട് കോട്ടേജ് മീറ്റിംഗ് അവിടെ തന്നെ. 1-2 പേര് ഒറ്റയ്ക്ക് വരുന്നുണ്ട്. അവരെല്ലാം കോട്ടേജ് മീറ്റിങ്ങിന് അങ്ങോട്ട് വരും. അപ്പൊ വെള്ളി കോട്ടേജ് മീറ്റിംഗ്.
ശനി ഭവന സന്ദർശനം പകല്, വൈകിട്ട് കാത്തിരിപ്പ് യോഗം, അതും അവിടെ തന്നെ. ഞായറാഴ്ച സഭായോഗം, സഭായോഗം കഴിഞ്ഞാൽ പരസ്യവും, പരസ്യവും കഴിഞ്ഞിട്ട് പാസ്റ്റർ തിരിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ഒരു പരിശീലനം ഉള്ളത് കൊണ്ട് അതൊരു നല്ല ഒരു സുഖമാണ്. ആരെങ്കിലും വെള്ളിയാഴ്ചയാകാൻ കാത്തു നിൽക്കുക, നമ്മൾ വെള്ളിയാഴ്ചയാകാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പൊ അതൊരു ആനന്ദമാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും സൽക്കരിക്കാനും കിട്ടുന്ന അവസരം സുവിശേഷീകരണത്തിനുള്ള ഒരു ഉപാധിയാണ്. ലോകത്തിൽ ആരും ആരെയും വീട്ടിൽ ക്ഷണിക്കുന്നില്ല, ആരും ആർക്കും പച്ചവെള്ളം കൊടുക്കുന്നില്ല. പിന്നെ ആകെ കൂടെ വല്ല കല്യാണവും വരികയാണെങ്കിൽ കുറെ പേർക്ക് കൊടുക്കും, അല്ലാതെ ആരും ആരെയും ഭവനങ്ങളിലേക്ക് വിളിക്കുന്നുമില്ല, ഒന്നും അങ്ങനെ കൊടുക്കുന്നുമില്ല. ഇപ്പൊ പിന്നെ കൂടുതൽ പ്രൈവസി എന്ന് പറഞ്ഞ് മറുപടി കൂട്ടുക. പട്ടണത്തിന്റെ ഒരു രീതി, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാരെയും അവരുടെ വീട്ടിൽ കയറ്റുന്നില്ലല്ലോ. അതെല്ലാം കൂടെ വന്ന് ഈ കൾച്ചറിനെ കൊന്നൊടുക്കുന്നതിനാൽ ഇച്ചിരി നഷ്ടം സഹിച്ചാലും, ഒരു പക്ഷെ നമ്മളെ വല്ലവരും പറ്റിച്ചുകൊണ്ട് പോയാലും അബ്രഹാമിനെ ഓർക്കുക, ഗായോസിനെ ഓർക്കുക, പൗലോസിനെ ഓർക്കുക. അങ്ങനെ ഒരു യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം, അഗാപ്പെ, ക്രിസ്ത്യൻ കൾച്ചർ ഈ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, നിലനിർത്തുവാൻ നമുക്കും അടുത്ത തലമുറയ്ക്കും ഇടവരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇന്നലെ ഒരു ദേവദാസൻ എന്നെ കാണാൻ വന്നു. നമ്മുടെ ഇവിടുത്തെ അറിയപ്പെടുന്ന മെത്ത കമ്പനി ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നു. അവര് 1000 മെത്തയാണ് വെള്ളപ്പൊക്ക സമയത്ത് ആ ദേവദാസനെ ഏൽപ്പിച്ചത്. കമ്പനി 1000 മെത്ത. ആ കമ്പനിക്കാരൻ വേറൊരാളോട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ കൊടുത്താൽ അത് കൃത്യസ്ഥലത്ത് എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം. വെള്ളപ്പൊക്ക സമയത്ത് ആളുകളുടെ മെത്തകൾ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു സാധാരണക്കാരനായ ഉപദേശിയുടെ കൊടുത്തതാണ്. ആ ഉപദേശി ഒരു ടെമ്പോ ട്രാവലർ, ഒരു ടെമ്പോ വിളിച്ചിട്ട് ആ 1000 മെത്തയിൽ ഏതാണ്ട് 50 എണ്ണം കയറ്റി റാന്നിയിൽ പ്രിൻസ് പാസ്റ്ററുടെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തു. എന്തുകൊണ്ട്? വെള്ളപ്പൊക്ക സമയത്ത് ഒത്തിരി പേരെ പ്രിൻസ് പാസ്റ്റർ വീട്ടിൽ ശുശ്രൂഷിച്ചു. അതറിയാവുന്നത് കൊണ്ട് അവിടെ കൊണ്ടു കൊടുത്തു. എന്തുകൊണ്ടാണ് കമ്പനിക്കാർ അത് അങ്ങനെ കൊടുത്തത്? അവർക്കും അറിയാം ആരുടെ കൊടുക്കണം. കണ്ടോ? അപ്പൊ അവർക്കറിയാം ഇദ്ദേഹം അത് ചെയ്യും. അദ്ദേഹത്തിന് അറിയാം പ്രിൻസ് പാസ്റ്റർ അത് ചെയ്യും. അപ്പോ ദേവദാസന്മാർ അതിഥി പ്രിയരാകണം, കൂടുതൽ കൂടുതൽ കൂടുതൽ. ഈ ചിന്തയിൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക.